US-ലേക്കുള്ള എല്ലാ ഉരുക്ക് അലൂമിനിയം ഇറക്കുമതികൾക്കും 25% നികുതി കൂട്ടുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. അതൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ കാനഡയിൽ നിന്നാണ് വരുന്നത്, പിന്നെ മെക്സിക്കോ, അതുപോലെ തന്നെ ബ്രസീൽ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഇത്തരം കാര്യങ്ങൾ ട്രംപ് ചെയ്യിക്കുന്നത്? അതൊരു സിഗ്നലാണ്. ഇപ്പോൾ ട്രംപ് ഈ 25% നികുതി ചുമത്തിയിരിക്കുന്നത് സുഹൃത്ത് രാജ്യങ്ങൾക്കാണ്. കാനഡ വലിയ സുഹൃത്താണല്ലോ, അമേരിക്കയുടെ വേലക്കാരനും കൂടെയാണ്. അതുകൊണ്ടാണ് ജസ്റ്റിൻ ട്രൂഡോ കരഞ്ഞത്. ഞാൻ ചേട്ടൻ്റെ കൂടെ എവിടെയൊക്കെ വന്നു, അഫ്ഗാനിസ്ഥാനിൽ വന്നു, അവിടെ പോയി ഇവിടെ പോയി. ഇപ്പോൾ ട്രംപ് തിരിച്ചു, ആര് വിളിച്ചു നിന്നെ, നീ എന്തിനാ എൻ്റെ വീട്ടിലെ ചെലവെടുത്ത് എൻ്റെ പിന്നാലെ വന്നത് ചോദിക്കും അവസ്ഥ. ഇവൻ ചെലവെടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. ഒരുപാട് ആളുമൊക്കെ നഷ്ടപ്പെടും. ഒരുപാട് സഹിച്ചു കാനഡ അമേരിക്കയുടെ കൂടെ നിൽക്കാനായിട്ട്. പക്ഷെ ഇപ്പോൾ ട്രംപ് അത് ചെയ്യുന്നു. മെക്സിക്കോ, കാനഡ, ജപ്പാൻ, എല്ലാം സുഹൃത്ത് രാജ്യങ്ങളാണ്. ട്രംപ് കൊടുക്കുന്ന മെസ്സേജ് സുഹൃത്ത് രാജ്യങ്ങളോട് ഞാൻ ഇതാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ശത്രുക്കൾ കരുതിയിരുന്നു, നിങ്ങളോട് എന്തായിരിക്കും എൻ്റെ സമീപനം, എൻ്റെ സുഹൃത്തുക്കളോട് തന്നെ ഞാനിങ്ങനെയാണ് പെരുമാറുന്നത്. ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ യാതൊരു പ്രശ്നമില്ല. എന്തിനാണ് ആ C-17 വിമാനത്തിലൊരു ഷോ നടത്തിയത് ട്രംപ്? അതിൽ കൂടുതൽ ആൾക്കാരെ സാധാരണ വിമാനത്തിൽ കയറ്റി അയക്കാം, ചിലവും കുറവാണ്. എല്ലാവരും പറയുന്നത് അതാണല്ലോ. ഇനി നിങ്ങൾക്ക് ബലം കിട്ടണമെങ്കിൽ ബലം കിട്ടി തന്നെ സാധാരണ വിമാനത്തിലാക്കി ഇതിൽ കൂടുതൽ ആൾ കയറുമല്ലോ. എന്തിനാ 4 ഇരട്ടി കാശ് മുടക്കി അയച്ചത്? അതൊരു സിഗ്നലിംഗ് ആണ്. ഓപ്റ്റിക്സ് എന്ന് പറയുമല്ലോ ഇപ്പോഴത്തെ ഭാഷയിൽ. ഒരു സിഗ്നലാണത്. ഐ ആം വെരി സ്ട്രോങ് ആൻഡ് അൺകോംപ്രമൈസിങ്. ട്രംപിനും അമേരിക്കൻ ഭരണകൂടത്തിനും നന്നായി അറിയാം, ഇങ്ങനൊരു വിമാനം ഇന്ത്യയിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രതിപക്ഷം ലോക്സഭയിൽ ബഹളം വയ്ക്കും, നരേന്ദ്രമോദി ഒരല്പം ഡിഫെൻസീവിലാകും. 4 ദിവസം കഴിയുമ്പോഴാണ് മോദി അമേരിക്കയിൽ വരാൻ പോകുന്നത്. അപ്പം മോദി ബാക്ക് ഫുട്ടിലായിരിക്കും. ബട്ട് ഗുജറാത്തികളെ ട്രംപിന് അറിയില്ല. കാരണം ഈ കാണുന്നവർ ഇത് മുൻകൂട്ടി കണ്ട് ഇവൻ ഇത്ര വലിയ വിമാനത്തിലൊക്കെ ഇവരെ അയക്കേണ്ട കാര്യം എന്താ, 4 ഇരട്ടി ഒന്നും കാണാതെ ഇത് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇതാണ് സിഗ്നൽ, നമ്മളെ ഒന്ന് പേടിപ്പിക്കുക. ഐ ആം വെരി സ്ട്രോങ് എന്ന് വരുത്തുക. നമ്മൾ ബാക്ക് ഫുട്ടിലാകുമ്പോൾ എപ്പോഴും നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സിനുജി താഴ്ന്നും ഞാൻ പൊങ്ങിയും നിൽക്കുമ്പോഴാണ് നെഗോസിയേഷനിൽ ഞാൻ ജയിക്കുന്നത്. നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ഇഷ്യൂ സെറ്റിൽ ചെയ്യേണ്ട ആവശ്യം ബേസിക്കലി സിനുജിക്കാണ്, എനിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ സുഖമാണ്. കസേരയിൽ വേണമെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ പോട്ട് വേണ്ടാന്ന് വയ്ക്കരുത്. സിനുജിക്ക് ഇത് വേണ്ടാന്ന് വയ്ക്കാനും പറ്റില്ല. ഇതാണ് നെഗോസിയേഷൻ്റെ അപ്രഹാരം. അപ്പോൾ ഇപ്പോൾ ട്രംപ് വിചാരിക്കുന്നത് ഈ ഷോ കാണിച്ചു, ഈ ആൾക്കാരെ അവിടെ നിന്ന് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്ത് കിടത്തുന്നത് ആദ്യമായിട്ടൊന്നുമല്ല, എത്രയോ കാലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതാണ്. ഇപ്പോൾ സൗദി അറേബ്യ 6000 എണ്ണത്തെ പിടിച്ചകത്തിട്ടിട്ടുണ്ട്. തിരിച്ചു വരാൻ പൊതുമാപ്പ് കൊടുക്കുമല്ലോ ഇടയ്ക്കിടയ്ക്ക് നീ താക്കാത്ത. ഇത് വിലങ്ങ് മാത്രം തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലിയും കൂടെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്താലേ ഇങ്ങോട്ടായിക്കോളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്നലെ പത്രത്തിൽ വന്നു. ആർക്കും ഒരു കുഴപ്പമില്ല, അത് സൗദിയാണ്, തമ്പരാനാണ് അന്നം തരുന്നത്. ഇപ്പം മറ്റേ ആൾ അന്നമല്ലേ തരുന്നത് അമേരിക്കയിൽ, അത് പുളിങ്കുരുവാണ് തരുന്നത്. ഇപ്പം ഇതൊരു മൈൻഡ് സെറ്റാണ്. ബിക്കോസ് സൗദി അറേബ്യ ഈസ് ആൻ ഇസ്ലാമിക് നേഷൻ, ഇഫ് യു സ്പീക്ക് അബൌട്ട് അഗൻസ്റ്റ് സൗദി അറേബ്യ ദാറ്റ് ഈസ് ഇസ്ലാമോഫോബിയ. അതുകൊണ്ട് കേരളത്തിൽ ആരും അത് ചെയ്യില്ല, ഇന്ത്യയിൽ തന്നെ ആരും അത് ചെയ്യില്ല. അമേരിക്ക അങ്ങനെയല്ല. അതുകൊണ്ട് അമേരിക്കയെ ആർക്കും ചീത്ത പറയാം, ബഹളമൊക്കെ വയ്ക്കാം. ബട്ട് ഞാൻ വിചാരിച്ചത്ര ബഹളമൊന്നും ഉണ്ടായില്ല. ലോക്സഭയ്ക്കുള്ളിൽ ബഹളം ഉണ്ടായതല്ലാതെ ഡൽഹി ജന്തർ മന്ദറിൽ പ്രകടനം നടന്നില്ല. കേരളത്തിൽ ഗ്രാമാന്തരങ്ങളിൽ DYFIയുടെ പ്രകടനം ഉണ്ടാവേണ്ടതായിരുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വ പൗരോഹിത്യ ബൂർഷ്വ എന്നൊക്കെ പറഞ്ഞിട്ട് വൻ മുദ്രാവാക്യമൊക്കെ ആയിട്ട് ലഹള നടക്കേണ്ടതാണ്, നടന്നില്ല. അപ്പോൾ ഈ ബഹളം നടക്കാതെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം എനിക്ക് തീർച്ചയായി, ഈ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന ആൾക്കാരിൽ മുസ്ലിങ്ങളാരുമില്ല. ഒരു മുസ്ലിമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കലാപരിപാടി നടക്കും. ശരിയല്ലേ? അതെ, ഉറപ്പായിട്ട് നടക്കും. ഒരു സൈനുദ്ദീൻ ഉണ്ടായാൽ മതി അതിൽ. പക്ഷേ ഒറ്റ സൈനുദ്ദീൻ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അനക്കം ഉണ്ടായില്ല. ഇനി അടുത്ത ഫ്ലൈറ്റ് വരുമ്പോൾ നോക്കിയോ, അതിനകത്ത് ആരെങ്കിലും മുഹമ്മദ് ഹനീഫ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗോവിന്ദ, പിന്നെ ഇവിടെ കിടന്ന് ഉറക്കണ്ട. ഇതായിരിക്കും സ്ഥിതി. ഇപ്പോൾ ട്രംപ് ഒരു
ഹൈ പെഡസ്റ്റൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മോദി അത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. കാരണം മോദിക്ക് ട്രംപിന് നേരത്തെ കഴിഞ്ഞ 4 വർഷം കൊണ്ട് തന്നെ ട്രംപിനെ അറിയാമല്ലോ. നമ്മളുടേതായ കാൽക്കുലേഷനുണ്ട് ഹൗ ടു ഡീൽ വിത്ത് ദാറ്റ് മാൻ. അതേസമയം നമുക്ക് ട്രംപിനെ ആവശ്യമുണ്ട്. നമുക്ക് ആയുധങ്ങൾ വേണം. ട്രംപ് അത് തരാൻ തയ്യാറാണ്. ട്രംപിന് കാശ് വേണം. ഈ ഡീല് ഒരു 3-4 മാസം മുമ്പ് ബൈഡനുള്ളപ്പോൾ തന്നെ രാജ്നാഥ് സിംഗ് ഒരു 4 ദിവസം അമേരിക്കയിൽ താമസിച്ച് ഒപ്പിട്ട കുറേ കരാറുകളുണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുണ്ട്. ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല, ഒപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഒരുപക്ഷെ വിലയുടെ കാര്യത്തിലോ എന്തെങ്കിലും സംസാരം ഉണ്ടാകും. ഡിഫൻസിൽ നമ്മളുമായിട്ട് കോപ്പറേഷൻ ഉണ്ടാകും. നമ്പർ 2, ഈ ടെസ്ല കാറുകൾ, ഇതൊരു പ്രശ്നമാണ്. ഇലോൺ മസ്കിൻ്റെ ടെസ്ല കാറ് ഇന്ത്യയിൽ വിൽക്കുന്നില്ല. ഗഡ്കരി പറയുന്നത് നിങ്ങൾ ടെസ്ല കാർ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വിറ്റോ, പ്രൊഡക്ഷൻ വേണം ഇവിടെ. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റില്ല. ഇത് ഗഡ്കരി ഓപ്പണായിട്ട് പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പറഞ്ഞു. എന്താ നിങ്ങൾക്ക് ഇലോൺ മസ്കുമായിട്ട് പ്രശ്നം? അദ്ദേഹം പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ എന്താ ടെസ്ല സമ്മതിക്കാത്തത്? ഞാൻ സമ്മതിച്ചതാണല്ലോ. ഞാൻ പറഞ്ഞു ടെസ്ലയുടെ ഫാക്ടറി ഇട്ടോ, ഞാൻ സ്ഥലം ഏറ്റെടുത്ത് തരാം, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. ബട്ട് ഫിനിഷ്ഡായിട്ടൊരു കാർ ഇവിടെ കൊണ്ടുവന്നാൽ അത് പറ്റില്ല. ഇവിടെ 10 പേർക്ക് ജോലി കിട്ടുന്നുണ്ട് ഇപ്പോൾ. അല്ല, അത് മറ്റവർ ചെയ്യുന്നുണ്ടാവാം, അവർ വലിയ കാശ് തരാം. എനിക്കിങ്ങനെ ഒരു പർപ്പസ് കൂടെ ഉണ്ട്, ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളൊരു പർപ്പസ് കൂടെ ഉണ്ട്. അത് മസ്ക് സമ്മതിച്ചാൽ ഞാനിത് ചെയ്യാം. മോദി അതിൻ്റെ കൂടെ ഉറച്ചു നിന്നു. ഇൻഫാക്റ്റ് ഈ ഐഡിയ ഗഡ്കരിയുടെയാണ്. ഒരു പക്ഷേ ഇത്തവണ മോദി പോകുമ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നമൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ ടെസ്ല ഒന്ന് നമ്മുടെ കൂട്ടുകാരനെ ഒന്ന് രക്ഷിച്ചേപ്പാ. പുള്ളിക്കൊരു നാണക്കേട്, നിങ്ങളുടെ നാട്ടിൽ മാത്രം പുള്ളിയുടെ വണ്ടി ഓടുന്നില്ല എന്നത്. അതിൽ ചിലപ്പോൾ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ചിലപ്പോൾ, കാരണം മറ്റ് രീതിയിൽ ബെനിഫിറ്റ്സ് നമുക്ക് തരാം എന്ന് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇതിൽ ഗഡ്കരിയെ മോദി വിളിച്ച് പറയും, അല്ലെങ്കിൽ നേരത്തെ തീരുമാനിച്ച് കാണും, എടാ ഇതിങ്ങനെ വല്ലാതെ വഷളായാൽ എന്ത് ചെയ്യണം, ഒരു 5% വിട്ട് കൊടുത്തേക്കാം മാർക്കറ്റ്, അല്ലെങ്കിൽ ഒരു 2% മാർക്കറ്റ് വിട്ട് കൊടുത്തേക്കാം. ഈ 2% കിട്ടിക്കഴിഞ്ഞാൽ എലോൺ മസ്കിന് ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷനായി ഇവിടെയും കൂടെ ഉണ്ടെന്നൊക്കെ. ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഡീലുണ്ടായിരുന്നു വരാം. ബട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഡീല് F-35 ഫൈറ്റർ ജെറ്റാണ്. അതുണ്ടാവുമെന്ന് സംശയമാണ്. കാരണം അത് ഇസ്രായേലിന് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് അമേരിക്ക വെച്ചിരിക്കുന്നത്. ബട്ട് ട്രംപ് ഒരു ഈ പറഞ്ഞ മാവറിക് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. എന്താ ഇസ്രായേലിന് ഇന്ത്യക്കും കൊണ്ടുവരാം ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. പുള്ളി അങ്ങ് മുൻപിൻ നോക്കിയൊന്നുമല്ല, ഓടുക്ക്. അപ്പം അങ്ങനെ തീരുമാനിച്ചാൽ ഫൈൻ. കാരണം നമ്മുടെ ഒരു പ്രശ്നം 60 മുതൽ 65% വരെ നമ്മുടെ ആയുധങ്ങൾ റഷ്യൻ ആയുധങ്ങളാണ്. അത് നല്ലത് ചീത്തയോ എന്നുള്ളത് നിൽക്കട്ടെ. 65% ഒറ്റ രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. നമ്മൾ തമ്മിലുള്ള ടേംസ് തെറ്റിയെന്ന് വെച്ചോ, അവർ സ്പെയർ പാർട്സ് തരില്ല, അതില്ല, ഇതിൽ വലിയ പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് 65% ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് കുറച്ചിട്ട് ഒരു 40 പിന്നെ ബാക്കി എന്തെങ്കിലുമായിട്ട് അത് നിർത്തണം. അതുകൊണ്ടാണ് മോദി ഇപ്പോൾ ശ്രദ്ധിച്ചു, മോദി ആദ്യം പോയത് ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ നിന്നാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. ഫ്രാൻസിൽ നിന്ന് ഇനിയും റഫേൽ വാങ്ങാൻ ഉദ്ദേശമുണ്ട്. 22 റഫേലോ മറ്റോ വാങ്ങുന്നുണ്ട്, എക്സ്ക്ലൂസീവ്ലി ഫോർ ഇന്ത്യൻ നേവി. ആ ഡീല് സൈൻ ചെയ്തിട്ട് പിന്നെ എൻജിൻ സാഫ്രാൻ എന്ന് പറഞ്ഞൊരു എൻജിനുണ്ട്. സഫ്രോണല്ല, കാവ്യവൽക്കരണമല്ല, സാഫറാൻ, SAFARAN. ആ എൻജിൻ നമ്മളുടെ കാവേരി എൻജിൻ ഡെവലപ്പായിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പട്ടാള മേധാവി പറഞ്ഞത് കാവേരി എൻജിനാണ്, തേജസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് 40 വർഷമായി 40 തേജസ് പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ 40 വർഷം കൊണ്ട് 40 തേജസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പട്ടാള മേധാവി പറയണമെങ്കിൽ എന്താ നമ്മുടെ ആത്മനിർഭറിൻ്റെ ഗതിയെന്ന് ആലോചിച്ച് നോക്കി. ആൻഡ് സ്റ്റിൽ വി ആർ ബെഗിങ് ഫോർ എൻജിൻസ് ഫ്രം ഐദർ ഫ്രം ഫ്രാൻസ് ഓർ US, ജനറൽ ഇലക്ട്രിക് US, അല്ലെങ്കിൽ ഇവരുടെ റഫാൽ.
ഇപ്പോൾ ജനറൽ ഇലക്ട്രിക് തരാമെന്ന് പറഞ്ഞു, കരാറ് ഒപ്പിട്ടതാണ്, 1 വർഷമായി അവർക്ക് തരാൻ സാധിക്കുന്നില്ല. ദർ ഓർഡർ ബുക്ക് ഈസ് ഫുൾ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ തരികിട പറഞ്ഞിട്ട് അവർ തരുന്നില്ല. അപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു അടിയന്തര പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് മോദിയുടെ പ്രിയോറിറ്റിയിൽ നിൽക്കും. ഈ ട്രംപ് ഒരു ടഫ് നെഗോഷിയേറ്റർ തന്നെയാണ്. ഇപ്പോൾ ഇറാനിലെ ചാബഹാർ പോർട്ട് ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചാബഹാർ പോർട്ടിന് കുറച്ച് സാമ്പത്തിക നിയന്ത്രണങ്ങൾ, ഉപരോധങ്ങളൊക്കെ വരുത്തണമെന്ന് ട്രംപ് അവിടെ ഒരു ഓർഡർ, ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഇൻഡയറക്റ്റായിട്ട് ഇന്ത്യയെ ബാധിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ വീണ്ടും ചെന്നിട്ട് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യണം, നമ്മൾ 120 ദശലക്ഷം രൂപ അവിടെ മുടക്കിയതാണ്, ഡോളർ മുടക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാല് പിടിക്കണം. ഇതാണോ ട്രംപ് അന്നേരം ഉദ്ദേശിക്കുക? ഒന്നാമത് ട്രംപ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാകും, പക്ഷെ അങ്ങനെ കാല് പിടിക്കുന്ന ആളല്ല മോദി. നമ്മൾ അരിയുടെ കയറ്റുമതി നിർത്തി കഴിഞ്ഞപ്പോൾ എന്തായി അമേരിക്കയിൽ? ബീഡൻ്റെ സമയത്താണ് അമേരിക്ക നിലവിളിച്ചു 4 ദിവസം കൊണ്ട്. അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ മോദി ബസ്മതി അരി അതിൻ്റെ മാത്രം കയറ്റുമതി ആവാം, ബാക്കി അരി പറ്റില്ല, അത് മാത്രം കിട്ടിയിട്ട് പ്രയോജനമില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം കുറേ ഒരു സർട്ടൺ പെർസെൻറ്റേജ് എക്സ്പോർട്ട് ചെയ്തോളാം. നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ആഭ്യന്തര വിപണിയിൽ അരിവില കൂടുമോ എന്ന് സംശയം. കൂടിയിട്ടില്ല, ബട്ട് കൂടാനുള്ള ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ അതിന് പ്രിക്കോഷനായിട്ട് ടപ്പ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള അരി കയറ്റുമതി നിർത്തി. ഇപ്പോൾ അരി കയറ്റുമതി നിർത്തി കഴിഞ്ഞാലും അമേരിക്ക വിഷമിക്കും. ഈ അമേരിക്ക എല്ലാവർക്കും താരിഫ് അടിച്ച് തിരിച്ച് താരിഫ് അടിച്ചു കഴിഞ്ഞാൽ അമേരിക്കയും വിഷമിക്കില്ലേ? $405 ബില്യൺ സാധനമാണ് അമേരിക്ക ഒരു വർഷം ചൈനയിൽ നിന്ന് വാങ്ങുന്നത്. അതെല്ലാം കൂടെ അങ്ങോട്ട് ഒറ്റയടിക്കില്ലാതാക്കാൻ പോകണം. ചൈന 10% തിരിച്ചു കൂട്ടിയില്ലേ? അപ്പോൾ ഈ ഒരു പണിക്കാണോ? തിരിച്ചു കൂട്ടി, പക്ഷേ ഗ്രേഡഡായിട്ടാണ്. ചൈന വളരെ സൂക്ഷിച്ചാണ് പോകുന്നത്. കാരണം ട്രംപ് പലപ്പോഴും അയാൾ ചെയ്യുന്ന കാര്യം അയാൾ ഉദ്ദേശിക്കുന്നില്ല. ആ ഒരു ടെസ്റ്റ് ഡോസായിട്ടും ഈ മസിൽ കാണിക്കാനും പേടിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ്. മെസ്സേജിങ് ആണ് ബേസിക്കലി അങ്ങനെ ചെയ്യുന്നത്. മെസ്സേജിങ് ആൻഡ് ഓപ്റ്റിക്സ് ടു ഷോ ദാറ്റ് ഐ എം വെരി സ്ട്രോങ്. ആ അതിർത്തി അടയ്ക്ക്, അവിടെ എമർജൻസി പ്രഖ്യാപിക്കുക, ഇവനെ പിടിക്കുക. US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ വിറപ്പിച്ചിരിക്കുകയല്ലേ അയാൾ. എല്ലാം മറ്റേ ജോൺ എഫ് കെന്നഡിയുടെ അത് ഡോക്യുമെൻറ്റ്സ് ഞാൻ ഡീക്ലാസിഫൈ ചെയ്യും. ഇങ്ങനെ സകലരെയും ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഞെട്ടാത്ത ആൾക്കാർ കൂളായിട്ടിരിക്കുന്നവരുണ്ട്. അതിൽപ്പെട്ടതാണ് ഷീ ജിൻപിങ്, നരേന്ദ്രമോദി ഒക്കെ. ഇതുപോലത്തെ പടക്കങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കും അവർ. സോ ഇറ്റ്സ് നോട്ട് ഈസി. അമേരിക്ക ഒറ്റ ആൾ വിചാരിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഭരിക്കുന്ന കാലം പണ്ടും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. പക്ഷേ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറയുന്നില്ല. ഇപ്പോൾ സുഹൃത്ത് രാജ്യങ്ങൾ, ഇപ്പം പറഞ്ഞ പോലെ സുഹൃത്ത് രാജ്യങ്ങളെയൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തും. അപ്പോൾ മറ്റു രാജ്യങ്ങളെടുത്തുള്ള നിലപാട് ഇനി വരാൻ പോകുന്നു എന്നല്ലേ അത്? അപ്പം പേടിപ്പിക്കുന്നല്ലേ ഈ സുഹൃത്ത് രാജ്യങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ? ആരാ ഇങ്ങർക്ക് സ്റ്റീലും അലുമിനിയവും കൊടുക്കുന്നത്? ജപ്പാൻ കൊടുക്കുന്നില്ല, നമ്മൾ കൊടുക്കുന്നില്ല, ചൈന പണ്ടേ കൊടുക്കുന്നില്ല. പിന്നെ അവർ തമ്മിലുള്ള മെക്സിക്കോയും കാനഡയും അമേരിക്കയും തമ്മിലുള്ള ഏർപ്പാടാണ്. അത് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. രാത്രിക്ക് രാത്രി ഫോൺ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ആൾക്കാരാണ്. സോ ദാറ്റ്സ് നോട്ട് എ സീരിയസ് തിങ്. പക്ഷേ അതൊരു സീരിയസ് സംഭവമാണോ എന്നുള്ള മട്ടിൽ പുള്ളി അങ്ങോട്ട് അനൗൺസ് ചെയ്യും. ജപ്പാനിൽ നിന്ന് ഞാൻ ഗ്യാസ് വാങ്ങില്ല. ജപ്പാനിൽ ഗ്യാസേ ഇല്ല, ജപ്പാൻ ഗ്യാസ് വിൽക്കുന്നില്ല. പക്ഷേ പുള്ളി അങ്ങോട്ട് പ്രഖ്യാപിക്കും ജപ്പാനിൽ നിന്ന് നാച്ചുറൽ ഗ്യാസ് വാങ്ങില്ല അമേരിക്ക. അപ്പം നമുക്ക് വിചാരിക്കും ജപ്പാൻകാരൻ കൂളായിട്ടിരിക്കുകയാണ്, എൻ്റെ ഗ്യാസേ ഇല്ല, ഞാൻ തന്നെ വല്ലവൻ്റെയും ഗ്യാസ് മേടിച്ചാൽ ഞാനിവിടെ നോക്കിയാൽ. ഇങ്ങനെയൊക്കെയാണ് ട്രംപിൻ്റെ ആ ഓപ്റ്റിക്സാണ് കൂടുതൽ. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ട്രംപിൻ്റെ ടെസ്ല കാർ വാങ്ങാൻ ഇന്ത്യയുടെ മോദി തയ്യാറാകുന്നില്ല, അതാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് അതൊരു പ്രശ്നമായിട്ട് വരാം. അതിൽ മസ്കിനൊരു നിരാശയുണ്ട്. പക്ഷേ അതിൻ്റെ കൗണ്ടർ കണ്ടീഷൻസ് മോദി എന്തൊക്കെയായിരിക്കും പറയുന്നത്? മോദി ജസ്റ്റ് ഇന്ത്യയിൽ ഈ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനം മാത്രം മോദി സൂചിപ്പിച്ചാൽ മതി. നിങ്ങൾ ഈ ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഇട്ടുള്ള കളിയുണ്ടല്ലോ, ആ കളി നിർത്തുക. അതിൻ്റെ നിയന്ത്രണം എനിക്ക് തരിക. ഇന്ത്യയിലെ നിയന്ത്രണം ഡെമോക്രാറ്റിക്കായിട്ട് ഞാൻ ചെയ്തോളാം. ദേ ഷുഡ് ബി സബ്ജക്റ്റഡ് ടു ഇന്ത്യൻ ലോ. അങ്ങനെയാണെങ്കിൽ ഇലോൺ മസ്കിൻ്റെ ഇത് ഞാൻ സമ്മതിക്കാം എന്ന് പറഞ്ഞാൽ ട്രംപ് അത് സമ്മതിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ട്രംപിനെ ഇവരനുസരിക്കുമോ? ഗൂഗിൾ ട്രംപിനെ അനുസരിക്കണ്ടേ? അതൊരു പ്രശ്നമുണ്ട്. ഗൂഗിളിനെ അനുസരിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തെ കോംപ്ലിക്കേഷൻ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.